ഇല്ല. അപ്പൊ ഇന്ന് വിഷു ആണോ? പടക്കം പൊട്ടിക്കുന്നു. കണ്ട് കണ്ട് ഇന്നോ? ഏതമ്പലം? വടക്കേക്കല്ല അമ്പലമാണോ? മറ്റേ വയക്കലുള്ള അമ്പലമാണോ? കുറച്ച് അതുകൊണ്ട് അപ്പച്ചൻ തോണ്ടായി പട്ടി ഓടിപ്പാന്ന്. അമ്മേ ഇപ്പൊ നല്ലോണം പൊങ്ങിയത്. എന്തോ എഴുതി കാണിച്ചിട്ടുണ്ടാവും. അത് മിട്ടു നേരത്തെ ഇവിടെ വന്ന് ഈ പടക്കം പൊട്ടുന്നത് കാണുന്നത് കണ്ട. നല്ല വെടിക്കെട്ടുണ്ട്. മോന്റെ പതിനായോ എന്നുവെച്ചാ? പതിനായെന്ന് പറഞ്ഞ എന്തോ അപ്പന്ന് പറ. ഞാൻ കൊച്ചല്ലേ. വലുതായിട്ട് പേരൊക്കെ എഴുതി കാണിക്കുന്ന പപ്പയാണ് കേസൊക്കെ പറയുന്നത്. പിന്നെ ഗായ്സ്, നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ അപ്പുറവില്ലോ പടക്കം കൊട്ടുന്നെങ്കിൽ ഞങ്ങളെ അറിയിക്കുക ഗായ്സ്. ഷോ മീ യുവർ സർപ്രൈസ്. ഇന്നാലും പൊട്ടുമോ? അത് ഒന്നുമില്ല, ഇത് യൂട്യൂബിൽ എടുത്ത് അപ്ലോഡ് ചെയ്യാനുള്ളതാ. എല്ലാവരും ഒന്ന് കണ്ടെന്ന് നേട്ടാട്ടെ ഗൈസ്. എന്തോ ആ വീട്ടിൽ എന്തോ ഒരു ബഹളമുണ്ട് ഗൈസ്. ആ വീട്ടിൽ എന്തോ ഒരു ബഹളമുണ്ട്. നമുക്ക് എന്തായാലും ഒന്ന് പപ്പ പറയുന്നത് ഇങ്ങനെ പേരൊക്കെ എഴുതി കാണിക്കുന്നത് അല്ലപ്പാ. എങ്ങനെയൊന്നല്ല ഗൈസ്, നിങ്ങൾ കണ്ടോ? അപ്പോൾ കുറേ നേരമായല്ലോ. ഒരു ബൈക്കുകാരനും പോയി ഗൈസ്. അപ്പോൾ കുറേ നേരമായല്ലോ. ഇതെന്താ വരാത്ത? തീർന്നോ ഗൈസ്? നമുക്ക് കുറച്ച് നേരം കൂടെ ഇവിടെ നിൽക്കാം ഗൈസ്. നമുക്കൊരു 5 മിനിറ്റും കൂടെ നോക്കാം. 5 മിനിറ്റ് കഴിയുമ്പോൾ വന്നില്ലെങ്കിൽ നമുക്ക് തിരിച്ചു പോകാം ഗൈസ്. അപ്പോൾ അവിടെ എയർപ്ലെയിൻ പോകുന്നു. ഇതുകൊണ്ട് മരത്തിന് പിന്നിലാണ് ഗൈസ്. നക്ഷത്രം എന്തിനാ പല കളറ്? അവിടെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഒരു 5 മിനിറ്റും കൂടെ ഗൈസ്. നമുക്കൊരു 5 മിനിറ്റും കൂടെ നോക്കിയിട്ട് പോകാം ഗൈസ്. അപ്പോൾ പറയുന്നത് പോകാം പിന്നെ സ്വന്തം പപ്പ. പിന്നെ ഞങ്ങൾ കുറച്ച് വീഡിയോസിലൊക്കെ കണ്ട് ഈ കുരങ്ങൻ്റെ ഫോട്ടോ എപ്പം നോക്കില്ല. എന്താണ്
അങ്ങോട്ട് വെച്ചിട്ട് സൂം സൂം. പപ്പ നാടെ പടക്കം പൊട്ടിച്ചോണ്ടിരിക്കുക. പോക്കോ. സൂം ചെയ്ത് കാണാം നമുക്ക്. ഗായ്സ് പടക്കം തീർന്നു ഗായ്സ്. നമുക്കെന്നാ വീട്ടിലേക്ക് പോവാം. നമ്മൾ സിറ്റിലായിരുന്നു. അപ്പം നമ്മൾ നേരെ ഗായ്സ് നമ്മൾ അതൊക്കെ കഴിഞ്ഞ് പേടിച്ച് ഞാൻ മുള്ളി ഗൈസ്, ട്രൗസറിൽ മുള്ളി ഗൈസ്. അപ്പം അതൊക്കെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്.